40 വർഷം മുമ്പ് CPIM വിട്ട് കോൺഗ്രസിൽ ചേർന്ന കുടുംബത്തെ ഊരുവിലക്കിയെന്ന വ്യാജവാർത്തയ്ക്കെതിരെ നാട്ടുകാർ. കൊല്ലം കുമിൾ പഞ്ചായത്ത് തൃക്കണ്ണപുരം വാർഡ് UDF സ്ഥാനാർത്ഥി അശ്വതിയെയാണ് ഊരുവിലക്കിയെന്ന് കള്ളവാർത്ത ചമച്ചത്. 40 വർഷം മുമ്പ് പുരുഷോത്തമനാണ് CPIM വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. ഇയാളുടെ അടുത്ത ബന്ധു CPIM C2 നേതാവുമാണ്. പുരുഷോത്തമന്റെ വീട്ടിലേക്കുള്ള വഴിവെട്ടാനും CPIM DYFI പ്രവർത്തകരായിരുന്നു മുൻപന്തിയിൽ. ഈ വസ്തുതകൾ മറച്ചുവെച്ചാണ് ചില പത്രമാധ്യമങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വ്യാജവാർത്ത നൽകിയതെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി. ആ വിജയം ആഘോഷിക്കുന്നതിന് വേണ്ടി പണ്ടേ നമ്മുടെ CPIMുമായി ബന്ധപ്പെട്ട് പുരുഷോത്തമനും CPIM കോൺഗ്രസിൻ്റെ ആളുകൾക്കുണ്ടായിരുന്ന ചില വിരോധം ഈ വിജയവുമായി ബന്ധപ്പെട്ട് അവർക്ക് കൂടുതൽ ഈ മേഖലയിൽ കോൺഗ്രസിനെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കുൽസിത ശ്രമമാണ്. ഇപ്പോൾ ഇതുപോലെ ഈ കഴിഞ്ഞ ദിവസം മനോരമ ചാനലിൻ്റെ സഹായത്തോടു കൂടി കുമ്മിൾ മേഖലയിലെ കോൺഗ്രസ് പ്രവർത്തകരും എൻ്റെ നിലവിലെ ഇവിടുത്തെ മെമ്പറായിട്ടുള്ള അശ്വതിയുടെ അച്ഛൻ എൻ്റെ ജ്യേഷ്ഠൻ പുരുഷോത്തമനുമായി ഒരു അവിഹിത സംഭാഷണത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ടിട്ടുള്ള നാട്ടിൽ ആരും തന്നെ വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാത്ത കുറേ നുണകൾ പ്രചരിപ്പിച്ച് എന്നെയും ഈ പ്രദേശത്തെ പാർട്ടിയെയും അവഹേളിക്കുന്നതിന് വേണ്ടി ബോധപൂർവമായി തയ്യാറാക്കിയിട്ടുള്ളതാണ് ഊരുവിലക്ക് എന്ന് പറയുന്ന ഏറ്റവും പ്രാകൃതമായിട്ടുള്ള ഒരു സമീപനം. ഇവിടെ അങ്ങനെ ഒരു ഊരുവിലൊക്കെ ആയിട്ടില്ല. അവർ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഈ വയല അവരാണ് പണ്ട് ഈ കൃഷി ചെയ്തപ്പോഴേ തള്ളയും മക്കളെ എല്ലാവരും അവിടെ ആരും ഒരു ഊരുവിലൊക്കെ ആയിട്ടില്ല. അവരതിലൂടെ വരും, ഇവിടെ പണി ചെയ്യും. പിന്നെ അവർ സരസ്വതി നമ്മുടെ ജോലിക്കുണ്ട്. തൊഴിലുറപ്പിൽ നമ്മളാരും ഒരു വേറെ നിരപ്പായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. സത്യത്തിൽ ഒരു മുഖ്യധാര മലയാള ദിനപത്രത്തിൽ ഊരുവിലക്ക് വാർത്ത വായിച്ച നാട്ടുകാർ അമ്പരന്നുപോയി. ഈ പത്രവും UDF പ്രവർത്തകരും ചേർന്ന് നടത്തിയ ഊരുവിലക്ക് നാടകം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആയിരുന്നുവെന്ന് നാട്ടുകാർക്ക് ഇപ്പോൾ ബോധ്യമായി. കൈരളി ന്യൂസ്, കൊല്ലം.